ഹായ് ഹലോ ഗൈസ്. അപ്പോൾ ഇന്നാണ് നമ്മൾ പൊങ്കാല ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാനും അമ്മയും ആൻറ്റിയും മോളുമാണ് ഉള്ളത്. അപ്പോൾ അവരെയൊക്കെ കൂട്ടി നമ്മൾ പൊങ്കാല ഇടാൻ പോയപ്പോൾ ഓൾറെഡി നമ്മൾ ലേറ്റായി, എല്ലാ തവണയും പോലെ ലേറ്റായെന്ന് പറഞ്ഞാൽ നമുക്ക് അടുപ്പ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരുന്നു. കാര്യം ഒരുപാട് പേരുള്ളതുകൊണ്ട് എവിടെയാണെന്ന് അറിയാൻ പറ്റിയില്ല. അങ്ങനെ മൊത്തത്തിലൊരു പുകമയമായിരുന്നു. ദൈവമേ, ആറ്റുകാലം മാത്രമേ ഞാൻ ഇത്രയും ഒരു തിരക്ക് കണ്ടുള്ളൂ. പക്ഷെ നല്ല തിരക്ക്, നല്ല പുകയും ഉച്ചി കൊള്ളുന്ന വെയിലുമായിരുന്നു. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ അരിയൊക്കെ കഴുകി തലയ്ക്കൊഴിഞ്ഞ അരിയൊക്കെ അടുപ്പിലിട്ട് പിന്നെ ആ അരി ഒന്ന് തിളയ്ക്കുന്നതൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ അധികമായിട്ടുള്ള ബാക്കി ചേരുവകളിടുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാര്യം പിന്നീടായപ്പോഴത്തേക്ക് ഫോൺ ഒരുപാട് എക്സ്ട്രാ ഹോട്ടായിട്ട് ഫോൺ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റാതെയായി. അങ്ങനെ ഞാൻ ലാസ്റ്റ് പിന്നെ റെഡിയായതിന് ശേഷമാണ് എടുത്തത്. അങ്ങനെ ഇത് സൈഡിൽ തണലത്തിരിക്കുവാണ്. അങ്ങനെ നമ്മൾ പിന്നെ അതൊന്ന് നേദിക്കാൻ വരുന്ന സമയം ഇനി ഒരുപാടുള്ളതുകൊണ്ട് നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ പുറത്ത് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു, കാപ്പിയും ചോറൊക്കെ. അങ്ങനെ നമ്മൾ നല്ല തിരക്കുണ്ട്, ക്യൂ നിൽക്കുവാണ്. ക്യൂ നിന്നിട്ട് അങ്ങനെ നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും കിട്ടി. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നടയിൽ വന്നായിരുന്നു. നടയിൽ വന്നൊന്ന് തൊഴുവാന്ന് വിചാരിച്ചു. വരുന്നത് ലേറ്റായതുകൊണ്ട് നമുക്കത് തൊഴുവാൻ പറ്റിയില്ല. അങ്ങനെ ഇപ്പോൾ തൊഴുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ അകത്തും കയറാൻ വയ്യാത്ത പോലെ നല്ല തിരക്കായിരുന്നു. അത് മുമ്പേ നിൽക്കുന്നവർ മാറിയും തരത്തില്ല, അവരിങ്ങനെ നിൽക്കും. അങ്ങനെ നമ്മൾ തൊഴുത് താഴെ ഇത് കാവിലോട്ട് പോവുകയാണ്. അങ്ങനെ കാവിലോട്ട് ഇറങ്ങുന്നിടത്ത് നല്ല തിരക്കായിരുന്നു. അങ്ങനെ തൊഴുതിട്ടൊക്കെ വന്ന് സൈഡിൽ ഇവിടെ ഇങ്ങനെ ഇതിട്ടിട്ടുണ്ട്, അവിടെ ഇരിക്കുക. പിന്നെ ഇവർ നമ്മളെ യോഗയിലുള്ള ടീംസാണ്, അവരെവിടെ പോയാലും നമ്മളെ പിറകെ കാണും. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ വൈറലാക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ തൊഴുതിട്ട് നടയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നേദിക്കാനുള്ള സമയം ഏകദേശമായി. അങ്ങനെ എല്ലാവരും അവരവരുടെ പൊങ്കാലയിട്ട് അടുപ്പുകളുടെ അടുത്ത് നിൽക്കുവാണ്. അങ്ങനെ ഞാനും അമ്മയും നിൽപ്പുണ്ട്. അങ്ങനെ നേദിക്കാനായിട്ട് തുറന്നു വയ്ക്കാനുള്ള അനൗൺസ്മെൻറ്റ് കേട്ട് അതിനിടയ്ക്ക് ഈ പൊങ്കാലയുടെ ഇടയിൽ ഇവൻ ആരടാ ഈ പാവയും കൊണ്ടുവന്നെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. പക്ഷേ അതിൽ ഈ മുയലിൻ്റെ പാവ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. അമ്മയടുത്ത് മേടിച്ച് തരാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് മുതുക്കായി പോയി അവിടെ അങ്ങനെ മാറിയിരിക്കാൻ. അങ്ങനെ നേദിച്ച് കഴിഞ്ഞു. അങ്ങനെ പിന്നെ പല തിരക്കാണ് ആൾക്കാർക്ക്. ഇപ്പോൾ ഇവർക്ക് എല്ലാവർക്കും പോകാൻ തിരക്കാണ്. അങ്ങനെ എല്ലാവരും ഓടി നിൽക്കുവാണ് പോകാൻ വേണ്ടി. ചൂടാണ്, സഹിക്കാൻ വയ്യാത്ത ചൂട് കാരണമാണ് എല്ലാവരും ഇങ്ങനെ പോകാൻ വേണ്ടി ധൃതി കൂട്ടുന്നത്. ഇപ്പം തന്നെ ആളൊഴിഞ്ഞ പറമ്പായി, എല്ലാവരും പോവാണ് തിരക്ക് കൂട്ടി. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് വണ്ടിയുടെ അടുത്ത് പോവാം. ബാക്കിൽ നിന്ന് വരുന്ന എൻ്റെ ആൻറ്റി ആട്ടോ. അങ്ങനെ നമ്മൾ വയലിൻ്റെ അങ്ങ് താഴെയാണ് വണ്ടി വെക്കാനൊന്നും സ്ഥലമില്ലായിരുന്നു. അപ്പോൾ വിചാരിച്ച് ട്രിപ്പ് അടിക്കാൻ. അപ്പോൾ ആദ്യം ഞാൻ ആൻറ്റിയെ കൊണ്ടുപോയിട്ട് പിന്നെ അമ്മേനെ എടുത്തിട്ട് വന്നു. നല്ല ക്ഷീണിച്ചു, വെയിലും കൂടെ ഉണ്ടായിരുന്നോണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഈ ഇറങ്ങിയ വെള്ളം കൂടെ കുടിച്ചിട്ട് അങ്ങ് കിടന്നു, ക്ഷീണം കാരണം. അപ്പോൾ ബൈ ഗൈസ്.